ഹലോ, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഞാൻ വീട്ടിൽ വന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചായയുടെ കടി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് രാവിലെ അരച്ചിട്ട് ഉണ്ടാക്കുന്ന ദോശയാണ്. അത് രാവിലെ എഴുന്നേറ്റ് ആ ഒരു ചെറിയ തണുപ്പിൽ ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു സ്മെല്ലില്ലേ, ദോശ മൊരിഞ്ഞു വരുന്നതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര ടേസ്റ്റാണ്. ഈ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടേസ്റ്റൊക്കെ. അപ്പോൾ പിന്നെ അത് നമ്മൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെയുള്ള ദോശയാണ് തിന്നാറ്. പിന്നെ ഏറ്റവും ഫേവറേറ്റുള്ള ഒരു സംഭവം ഇത് തന്നെയാണ്. ഇഡ്ഡലിയും പുട്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടി ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം. അപ്പോൾ നമുക്ക് ദോശ ഇടാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി സൂപ്പറായിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, തേച്ച് കൊടുക്കണം. ഓക്കെ, ഞാനിത് വാഴേൻ്റെ ആ ഇല വരുന്നതിന് തണ്ട് ഭാഗമില്ലേ, അതാണ് ഈ ദോശ ചൂടാനെടുക്കുക. അപ്പോൾ അതിൽ ആക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ നന്നായിട്ട് ആദ്യം ഒന്ന് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ചൂടായ കല്ലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ദോശ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് പിന്നെ ഇതിലേക്ക് എന്താ പറയുക, ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ എന്തൊരു സ്മെല്ലെന്നറിയാം. ചെറിയ കുത്തൊക്കെ വന്നിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ. അധികം ഇങ്ങനത്തെ ദോശ തന്നെ ഉണ്ടാക്കുക. ഇതിനിപ്പം വേവുന്നത് വരെ പൊത്തി വെച്ച് കൊടുക്കണം. തീ കുറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഫേവറേറ്റായ ഒരു സാധനം ഞാൻ കഴിക്കുമ്പോൾ മറ്റുള്ളവരിന് കാണിക്കാമെന്നൊരു അങ്ങനെ വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡി ആവട്ടെ. ഇത് മൊരിഞ്ഞ് വന്നോ നോക്കാം. വെരി സോറി ആയിട്ട് ഇത് കുറച്ചും കൂടി ആവണം, അപ്പോഴാണ് ടേസ്റ്റ്. ഇത് അരികൊക്കെ ഇങ്ങനെ ഒന്ന് ക്രിസ്പി ആവണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് 2 മിനിറ്റും കൂടി വെക്കാം. വെച്ചിട്ട് നോക്കാം. ഓക്കെ, കണ്ട ഇതിന് നല്ല കുത്തൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ എണ്ണ തൂവി കൊടുക്കണം. എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുക്കണം. പക്ഷെ ഞാൻ മറന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിലും കൂടി എണ്ണ ഇടുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ആവുക. ഇതിപ്പോൾ ഞാൻ എണ്ണ ഇടാണ്ടാക്കിയതുകൊണ്ട് അത്രയും ഒരു പെർഫെക്ഷൻ കിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, പിന്നെ എന്താ പറയുക, ഇതിൻ്റെ മുകളിൽ എണ്ണ പുരട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അടിയിൽ പുരട്ടി കൊടുക്കാം. എന്നോടെ കളി അല്ലേ. ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം ഇതുപോലെ തന്നെ എണ്ണ. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഇതായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പിന്നെ ചുട്ടെടുക്കാം. നല്ല എന്താ പറയുക, വെളിച്ചെണ്ണയുടെ മണം, മാസ്മരികമായ മണം. ഓക്കെ, ഓ ഇത് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ ആദ്യം ചുട്ടതല്ലേ, അപ്പം പിന്നെ ആ ഒരു എന്താ പറയുക, റെഡി ആയിട്ട് വരാൻ കുറച്ച് ഒരിതുണ്ട്. ഇപ്പം കുഴപ്പമില്ല. ഇപ്പോൾ കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട്. ഇനിയിപ്പം ഇതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കണം. അടുത്തതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കണം. കാരണം ഒരുപാട് ദോശ തിന്നണമെങ്കിൽ ഞാൻ ഒരാൾ മാത്രമൊന്നുമില്ല. അപ്പോൾ എല്ലാ ദോശകളും ഇതുപോലെ ചുട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് വരും പിന്നെ ദോശയൊക്കെ. അപ്പോൾ ഇതുപോലത്തെ കണ്ട ഇതുപോലെ പിന്നെ ഇതിന് മുകളിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം മറിച്ചിടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇനി ഇതുപോലത്തെ ഒരുപാട് ദോശകൾ ചുട്ടെടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടൻ വരും. അതുവരെ എല്ലാവർക്കും